നമസ്കാരം, ഞാൻ അനിൽ കുമ്പഴ. കുമ്പഴാൻ ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ഒരു യാത്രയിലാണ്. അതൊരു സസ്പെൻസ് ആണ്. അതിന്റെ വിശദമായ കാര്യങ്ങൾ നമ്മൾ യാത്രയിൽ പറയാം. പോകുന്നത് ഫോർട്ട് കൊച്ചിക്കാണ്. അപ്പൊ ഫോർട്ട് കൊച്ചിക്ക് പോകാനുള്ള കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ഒരുപാട് സിനിമകൾ, ഇപ്പൊ ശിവജി എന്ന് പറയുന്ന രജനികാന്ത് സാർ അഭിനയിച്ച പടം, അതിനകത്ത് ഒരു റാമുജിയിലാണെന്ന് തോന്നുന്നു, ഗ്ലാസ് ക്യൂബിനകത്തുള്ളൊരു ഒരു സോങ്ങിനകത്ത് ഡ്രൈ ഐസ് ഇങ്ങനെ പരന്ന് കിടക്കുന്നത് കാണാം. അതായത് സ്മോക്ക് ഇങ്ങനെ പരന്നൊഴുകുന്നതായിട്ട് തോന്നും. അതേപോലെ തന്നെ നമ്മള് പുരാണ സബ്ജക്റ്റുകൾ ചെയ്യുന്ന സമയത്തേക്ക്, ദേവലോകമൊക്കെ കാണിക്കുന്ന സമയത്തേക്ക് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ആ സ്മോക്ക്, അതാണ് ഡ്രൈ ഐസ്. അതേപോലെ പപ്പയുടെ സ്വന്തം അപ്പൂസ്, ആ സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു എന്താ, ഓലത്തുമ്പത്തിരുന്നു എലാടും, ആ സോങ്ങിനകത്ത് ആ കുഞ്ഞിനെ കളിപ്പിക്കുന്ന സമയത്തേക്ക് ഡ്രൈ ഐസിന്റെ ഒരു ഗംഭീര വിഷ്വലാണ് മലയാളത്തിൽ അത് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഒട്ടനവധി സിനിമകളില് നമ്മൾ കണ്ടിട്ടുള്ള ഈ സ്മോക്ക്, സിനിമയുടെ തട്ടകമായ എറണാകുളത്ത് ഡ്രൈ ഐസ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്കുള്ള യാത്രയാണ് നമ്മളിപ്പോ. പിന്നെ ഇന്നത്തെ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവൻ ഈ വണ്ടി എപ്പിസോഡ് നല്ലപോലെ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവൻ തന്നെയാണ് ക്യാമറയും എഡിറ്റിങ്ങും എല്ലാ സംവിധാനമൊക്കെ ഇവനായതുകൊണ്ട്. വണ്ടി ഇവൻ എടുത്ത വണ്ടി കേട്ടോ, ഡസ്റ്റർ. അപ്പം അതിന്റെ ഒരു ഇത് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് കാണാം. വിശാലമായ രീതിയിൽ വണ്ടിയുടെ കുറേ ഷോട്ടുകൾ കാണാം. നമ്മളിപ്പോ ഇവിടുന്ന് നേരെ ചെല്ലുന്നത് തോപ്പുംപടി കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോർട്ട് കൊച്ചിക്ക് അങ്ങോട്ട് പോകും. ഫോർട്ട് കൊച്ചിക്ക് പോകുമ്പോൾ വെളി ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, വെളി ഗ്രൗണ്ട്. അവിടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട വിൽസേട്ടൻ. ഡ്രൈ ഐസ് എന്താണ്, ഡ്രൈ ഐസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നിലവിൽ, ഇതൊക്കെ നമുക്ക് വിൽസേട്ടനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. നമുക്കിപ്പോ ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്ന കലാകാരന്മാരെയൊക്കെ ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ വീഡിയോ ഇടാറുള്ളത്. അപ്പൊ ഈ വീഡിയോയുടെ അടിയിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിൽസേട്ടന്റെ നമ്പർ ഉണ്ടാവും. അതേപോലെ കമന്റിൽ ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം. ഏത് സ്ഥലത്തും പുള്ളി ഡ്രൈ ഐസ് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും പുള്ളിയുടെ വിശേഷങ്ങൾ, അതേപോലെ ഡ്രൈ ഐസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്നറിയാം. അപ്പോൾ നിങ്ങൾക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലേക്കാണ് ഞാനൊരു കലാകാരനെ പരിചയപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല, വിൽസൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഫോർട്ട് കൊച്ചി അല്ലേ, ഫോർട്ട് കൊച്ചി സ്വദേശിയാണ്. എറണാകുളത്ത് ഡ്രൈ ഐസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ശരിക്കും ഈ ഡ്രൈ ഐസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്?
ഞങ്ങളിപ്പോൾ മെയിനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് എന്ന് വെച്ചാൽ എയർ കാർഗോ, ഈ പെരിഷബിൾ കാർഗോ ഒക്കെ ആക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നേരത്തെ എന്നൊക്കെ പറഞ്ഞ ഫ്ലൈറ്റിൽ ഐസ് ഒക്കെ ഇട്ടാണ് വിടുന്നത്. ഇപ്പൊ എന്ന് വെച്ചാൽ ഐസ് മെൽറ്റായി വെള്ളം വന്നു കഴിഞ്ഞാൽ വേറെ കാർഗോ ഒക്കെ കേടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഡ്രൈ ഐസ് ആണ് യൂസ് ചെയ്യുന്നത്. ഡ്രൈ ഐസ് കൊണ്ട് ഇതിനും വെള്ളം വരില്ല, ഇത് വേപ്പറായിട്ടാണ് പോകുന്നത്. അങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ട് മെയിനായിട്ട് എയർ കാർഗോ പെരിഷബിൾസ് ആണ്, ഫ്രീസ് ചെയ്ത സാധനം എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. കൂടാതെ ഇപ്പൊ നമ്മളിപ്പോ ഈവന്റിനൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പൊ പോകുന്നത് ഈവന്റ് ഉണ്ട്, പിന്നെ ഷൂട്ടിംഗ്, ഫിലിം ഷൂട്ടിംഗ്, ഹൊറർ മൂവീസ്. ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെ പോകും? ഇത് പെർ kg 90 റുപ്പീസിനാണ്, 90 രൂപക്കാണ് കിലോ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. ഈ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് നമ്മുടെ വില കുറച്ചും കൂടി നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഈ ഡ്രൈ ഐസിന്റെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ -80 ആണ്. 80. നമ്മുടെ സാധാരണ ഐസിന്റെ -डिग्री. അപ്പൊ 80 ഇരട്ടി തണുപ്പ് കൂടുതലാണ്. അപ്പൊ ഐസ് മെൽറ്റ് ആണതിനെക്കാട്ടിയും പെട്ടെന്നായിരിക്കും ഇത് മെൽറ്റ് ആയി, അത്രയും ഫാസ്റ്റ് ആയിട്ട് മെൽറ്റ് ആവും. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ സ്റ്റോർ ചെയ്താലും ഇത് തീർന്നു. ഇവിടുത്തെ ഫ്രീസറിന്റെ ടെമ്പറേച്ചർ എന്നൊക്കെ പറഞ്ഞാൽ -20 ഒക്കെ വരുള്ളൂ. അപ്പൊ ഫ്രീസറിൽ വെച്ചാലും ഇത് മെൽറ്റ് ആവുന്ന സാധനം. അപ്പൊ നമുക്കിത് ഇപ്പൊ നാളത്തൊക്കെ മറ്റന്നാളത്തൊക്കെ ആവശ്യത്തിനൊക്കെ നേരത്തെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ടൈമിൽ എടുത്തിട്ട് യൂസ് ചെയ്യാനായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇപ്പൊ 10 കിലോ എടുത്തിട്ട് 2 ദിവസം കഴിയുമ്പോൾ അത് 3-4 കിലോ ഉണ്ടാവും. ഇരിക്കുന്നതുകൊണ്ട് തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബോക്സിന്റെ അകത്ത് വെച്ചാലും ഒക്കെ സംഭവം മെൽറ്റ് ആയി പോകും. അപ്പൊ ഇത് ഇപ്പം ലൊക്കേഷന് അതുപോലെ ഈവന്റ് ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഇത് എത്തിക്കാൻ, സ്പോട്ടിൽ എത്തിക്കാനെ കൊണ്ട് സൗകര്യമുണ്ടോ? അതായത് നമ്മൾ എത്തിച്ചു കൊടുക്കും അവിടെ? ഞങ്ങളിത് ഇവിടെ ഓൾ കേരള എത്തിച്ചു കൊടുക്കാറുണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അപ്പോൾ അത് നേരത്തെ അറിയിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ തലേദിവസം ഇവിടെ നിന്ന് ബുക്ക് ചെയ്യും. അത് അടുത്ത ദിവസം ഇപ്പോൾ എത്ര ടൈം എന്ന് വെച്ചാൽ ഉച്ചക്ക് മുമ്പ് അവിടെ എത്തിക്കാനുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. അത് നേരത്തെ അറിയിക്കണം. എന്നുവെച്ചാൽ 1-2 ദിവസം മുമ്പ് അറിയിച്ചാൽ നമുക്ക് അങ്ങനെ ആ സ്പോട്ടിൽ എത്തിക്കാൻ പറ്റും. വിൽസണ്ണ, ഈ ഫാമിലി ഇത് എൻ്റെ മൂത്താള്, ഇത് ഇളയാള്, പിന്നെ ഇത് വൈഫ്, ഇത് വൈഫിൻ്റെ മദർ. വിൽസേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ മതി. വിൽസേട്ടൻ നിങ്ങൾക്ക് ഡ്രൈ ഐസ് എങ്ങനെയാണോ എത്ര കിലോ വേണോ അത്രയും കിലോയും എത്തിച്ചു തരാനുള്ള കേപ്പബിൾ ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പോ ഇതിന്റെ കൂടുതൽ എങ്ങനെയാണ് ഈ ഡ്രൈ ഐസ് ഇരിക്കുന്നത്, ഇതിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമുക്കറിയാം. പിന്നെ ഇത് നമ്മൾ എടുക്കുമ്പോഴേക്ക് ഇത് കൈ കൊണ്ട് യൂസ് ചെയ്യാൻ പാടില്ല. കൈ ഡയറക്റ്റ് മുട്ടിക്കാനിട്ടുണ്ടെങ്കിൽ ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞാൽ കൈ ഇത്രയും ടെമ്പറേച്ചർ കൂടുമ്പോഴേക്കും, തണുപ്പ് കൂടുമ്പോൾ ചൂടാണല്ലോ, അപ്പോൾ ഇത് കൈ പൊള്ളാൻ തുടങ്ങും. അപ്പോൾ മാക്സിമം ഒരു ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ചെയ്യണേ നല്ലത്. ഞങ്ങൾ സ്ഥിരം എടുക്കണമെന്നിട്ട് നമുക്ക് അങ്ങനെ ഇതുകൊണ്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്ത് ചെയ്യണേ നല്ലത്. അപ്പോൾ ഈ ഡ്രൈ ഐസ് എന്താണെന്നുള്ളത് ചെറിയ ഒരു സംഭവം കാണിക്കാം. അപ്പോ നമുക്കിത് ഇതിന്റെ ഈ ഒരു ഈശോയുടെ ഈ തിരുഹൃദയത്തിന്റെ നടയില് ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഡ്രൈ ഐസ് ഒന്ന് എങ്ങനെ വരുമെന്ന് നോക്കാം.
എറണാകുളത്തുള്ള ആൾക്കാരാണെങ്കിലും ഇത് നമുക്ക് ഇവിടേക്ക് വരണമെങ്കിൽ എറണാകുളത്തു നിന്ന് നമ്മൾ നേരെ തോപ്പുംപടിയിൽ നിന്ന് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ട് അല്ലേ, വെളി ഗ്രൗണ്ടിന്റെ അവിടെ വന്നിട്ട് വിൽസേട്ടനെ വിളിച്ചാൽ മതി. വിൽസേട്ടന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ വിൽസേട്ടൻ അവിടെ വന്നിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്തിച്ചു തരികയും ചെയ്യും. ഹായ്. നമ്മൾ വാങ്ങിച്ച ഡ്രൈ ഐസിന്റെ ഇത് തെർമോകോൾ പാക്കിനകത്താണ് അവർ പാക്ക് ചെയ്ത് വിടുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ -80 ഡിഗ്രിയിലുള്ള ഐസാണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കാം ഇതെങ്ങനെയാണ് സെറ്റപ്പ്. ആണ് സാധനം ഡ്രൈ ഐസ് കണ്ട. ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് ചൂടുവെള്ളത്തിലോട്ട് കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് സ്മോക്ക്. പുരാണ സബ്ജക്റ്റിലുള്ള സീക്വൻസുകൾ നമ്മൾ കാണുമ്പോൾ ഇത്തരത്തിലുള്ള ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇതിന്റെ സ്മോക്ക് വരുന്നത്, ഇത് ഒറിജിനൽ സ്മോക്ക് ആണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അല്ലേ. തീർച്ചയായിട്ടും ഇത് ഡ്രൈ ഐസ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇത് നമ്മൾ സീ ഫുഡൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് എറണാകുളത്ത് കിട്ടുന്ന സ്ഥലമാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇത് നമുക്ക് ഇത്തരത്തിലുള്ള വിഷ്വല് ഇപ്പൊ ഈവന്റ് ചെയ്യുന്ന ആൾക്കാർക്കായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കെല്ലാം ഇത് ഉപയോഗപ്പെടുന്നതാണ്. അപ്പോ ഡ്രൈ ഐസ് ആണ് ഈ പറയുന്ന ചൂടുവെള്ളത്തിൽ ഡ്രൈ ഐസ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ കിടക്കും. -80 ഡിഗ്രിയാണ് ഈ ഡ്രൈ ഐസ്. ഇത് നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് ഇതേപോലെ തന്നെ, അതേപോലെ തന്നെ ഇതൊരിക്കലും സ്മോക്ക് പോലെ ഭയങ്കരമായിട്ട് ഹൈറ്റിലേക്ക് പൊങ്ങത്തില്ല. ഇതേപോലെ പരന്ന് കിടക്കും കണ്ട, ഇങ്ങനെ കിടക്കും. ഇതിപ്പോ കാറ്റ് അവിടെ നിന്ന് അടിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒഴുകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഒന്ന് ഡ്രൈ ഐസ് ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. ഈ ഗണപതി ഭഗവാന്റെ മുന്നിൽ നമ്മൾ സെറ്റ് ചെയ്യാണ്. എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ ഇത് നിൽക്കുന്നത് നമുക്ക് നോക്കാം.
ഇങ്ങനെയാണ് ഡ്രൈ ഐസ് സിനിമയിൽ ഉപയോഗിക്കുന്നത്. ഇതുപോലുള്ള ഇപ്പോൾ ഈവൻ്റ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് എന്താ പറയുക, ഈ ഹീറ്റർ കലത്തിനകത്ത് വെച്ചിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. അതായത് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അത് ചൂടായിക്കൊണ്ട് ഡ്രൈ ഐസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പുക ഇങ്ങനെ അടിച്ചതുകൊണ്ട് എന്തെങ്കിലും വരുമോ, അങ്ങനൊന്നുമില്ല. അപ്പോൾ ഡ്രൈ ഐസിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് ഞാനും ജോബിനും സഞ്ജയൊക്കെ വീണ്ടും വരും. അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും ബൈ.